ചാമ്പയ്ക്ക അങ്ങനെ വിളഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ കിളിയൊക്കെ കുത്തി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സമയത്തുണ്ടാകുന്ന ചാമ്പയ്ക്കൊക്കെ നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പം അധികം മഴയില്ലല്ലോ, അതുകൊണ്ട് നല്ലതാണ്. കുറേ വിളഞ്ഞ് കിടക്കുന്നുണ്ട്, കുറേയൊക്കെ താഴെ പോയിട്ടുണ്ട്. വർഷത്തിലൊരു 4 പ്രാവശ്യമെങ്കിലും ഈ ചാമ്പയ്ക്ക ഇവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലില്ലാത്തവരൊക്കെ ഒരു ചാമ്പ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം വിശപ്പ് മാറും, പിന്നെ ദാഹവും മാറും. അതാണ് കേട്ടോ. ഞാൻ കുറച്ച് ചാമ്പയ്ക്ക പറിച്ചെടുക്കട്ടെ കേട്ടോ. ഇതൊരു 5 കൊല്ലം എത്തിയൊരു ചാമ്പമരമാണ്. അപ്പം നമുക്ക് ഇത്രയും ചാമ്പയ്ക്ക കിട്ടി കേട്ടോ. അപ്പോൾ ഇതിന് ചെറിയ ഒരു പുളി, ഒരു മധുരവും ഒക്കെ ആയിട്ടുണ്ട്. ആപ്പിൾ ബെൽ ചാമ്പയാണിത്. അപ്പോൾ വീടുകളിൽ ഇല്ലാത്തവരൊക്കെ ഒരെണ്ണം നട്ട് വെച്ചാൽ ഇത് നല്ലതാണ് കേട്ടോ. നമുക്കിപ്പോൾ അങ്ങനെ കടകളിലൊന്നും ഇത് വാങ്ങാൻ കിട്ടണില്ലല്ലോ. പിന്നെ ലുലുവിൽ കണ്ടിട്ടുണ്ട്. പല വീടുകളിലും ഈ ചാമ്പയ്ക്ക ഉണ്ട്. ആപ്പിൾ ബെൽ ചാമ്പയാണിത്. അപ്പോൾ ഇതിൽ പുഴുക്കേടുണ്ട് പല വീടുകളിലും ഉണ്ടാകുന്നതിൽ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് നമ്മളിവിടെ ചെയ്യുന്നത് ഫെർമോൺ കെണി എന്ന് പറഞ്ഞൊരു കെണിയുണ്ട്. അത് മരത്തിൽ തൂക്കിയിട്ടാൽ മതി. അത് നമുക്ക് പെസ്റ്റിസൈഡ് വാങ്ങുന്ന കടകളിൽ അല്ലെങ്കിൽ വളം വാങ്ങുന്ന കടകളിൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും.